ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭക്തി നിർഭരമായ അവസ്ഥയിലൂടെ ഹാജിമാര് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും മുസ്ദലിഫയിൽ നിന്ന് മീനയിലേക്കും പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസരഹിതമായ ഹജ്ജും ഉംറയും ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങൾക്കും നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധങ്ങളായ പവിത്രങ്ങളായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്തിന്റെ വ്യത്യാസം കൊണ്ട് ദിവസം വ്യത്യാസപ്പെടും. അങ്ങനെയാണ് നമുക്ക് ഇന്ന് അറഫയായി തീർന്നത്. ഇന്ന് നമ്മൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പുണ്യകരമായ ഒരു നോമ്പിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വളരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നിലകൊള്ളുന്നത്. അതോടൊപ്പം ദുൽഹജ്ജ് 10 ആ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയിലാണ് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ചയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അറഫാ ദിനത്തെ സംബന്ധിച്ചും ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. വശാഹിദിൻ വ മഷ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. സാക്ഷി വെള്ളിയാഴ്ചയാണ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം അറഫാ ദിനമാണ്. അപ്പൊ അത്രയും മഹത്വമേറിയ ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന ബോധ്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, അതുപോലെ തന്നെ സ്വയം പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫാ ദിനത്തിലാണ്. പിശാചി ഏറ്റവും വെറുക്കപ്പെടുന്ന ദിനം അറഫാ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ നമ്മൾ കൂടുതൽ ദുആ ദിക്ർ കൊണ്ട് സമ്പന്നമാക്കണം. നമ്മുടെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും കർമ്മനൈരന്തര്യത്തിൻ്റെതാവണം. കാരണം നമുക്ക് അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും നമ്മൾ നേടിയെടുത്താൽ മാത്രമേ മഹത്തായ സ്വർഗം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ്, അല്ലാഹുവിനെ ദർശിക്കുക എന്നതാണ്. ഞാൻ ആമുഖമായി ഓതിവെച്ച വചനത്തിലേക്ക് വരികയാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, തീർച്ചയായും അവർ നമ്മെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സത്യനിഷേധികൾ ആഗ്രഹിക്കുന്നില്ല. വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവർ തൃപ്തിപ്പെടുകയും ചെയ്തു. വതുമഅന്നു ബിഹാ, അതിലവർ സമാധാനമടയുകയും ചെയ്തു. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ആയത്തുകളിൽ അവര് അശ്രദ്ധരായിരുന്നു. ഉലൈക മഅവാഹുമുന്നാർ, അങ്ങനെയുള്ളവർക്കാണ്, അക്കൂട്ടർക്കാണ് അവരുടെ സങ്കേതമായി നരകമുള്ളത്. ബിമാ കാനൂ യക്സിബൂൻ,
അവര് സമ്പാദിച്ചതിന്റെ പ്രതിഫലമായിക്കൊണ്ട്. അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹം വെച്ച് പുലർത്താത്തവരാണ് സത്യനിഷേധികള്. അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസികള്. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമുണ്ടായിട്ടുണ്ടോ? ആ ആഗ്രഹത്തിന്റെ പേരിൽ ദുആ ചെയ്തിട്ടുണ്ടോ? ആ ആഗ്രഹത്തിന്റെ പേരിൽ അമലുകൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധമായിട്ടുണ്ടോ? തീർച്ചയായും ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്രമങ്ങൾ പ്രവർത്തിക്കട്ടെ. റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെന്താണ് ചെയ്യേണ്ടത്? സൽക്രമങ്ങളാണ്. തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ, ശിർക്ക് വെക്കാതിരിക്കട്ടെ. ശിർക്കിൽ നിന്ന് മുക്തമായ സൽക്രമങ്ങളിലൂടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കണം. ഇപ്പൊ വിദേശത്തൊക്കെ പോയ ആളുകള് 1-2 വർഷം കഴിഞ്ഞാൽ, മുൻകാലങ്ങളിലൊക്കെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പൊ അവരുടെ മനസ്സിലിങ്ങനെ ആഗ്രഹം അലതല്ലും. മാതാപിതാക്കളെയും മക്കളെയും ഇണയെയും കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും എല്ലാം കാണാനുള്ള ആഗ്രഹം അങ്ങനെ നിറഞ്ഞ് കവിയും. അങ്ങനെയാണ് അവര് നാട്ടിലേക്ക് വരിക. ഇതുപോലെ അല്ലെങ്കിൽ ഇതിലുപരിയായി നമ്മുടെ മനസ്സിനെ മതിക്കേണ്ട ആഗ്രഹമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മുടെ ഭാഗേതയം നിർണയിച്ച, നമുക്ക് ആവശ്യമായതൊക്കെ നൽകിയ റഹ്മാനായ റഹീമായ അല്ലാഹനെ കണ്ടുമുട്ടുക എന്ന ആഗ്രഹം. എപ്പോഴെങ്കിലും ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടോ? നമ്മൾ ചോദിക്കണം മനസ്സാക്ഷിയോട്. ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം, റബ്ബിനെ കണ്ടുമുട്ടുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള അവസരം നൽകുകയില്ല. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അല്ല, തീർച്ചയായും അവര് അവരുടെ രക്ഷിതാവിൽ നിന്ന് അന്നേ ദിവസം മറക്കപ്പെടുന്നതാണ്. പരലോകത്ത് വിചാരണക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു വന്നാലും സത്യനിഷേധികൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ കഴിയുന്നതല്ല. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ, ഈ മഹാ അണ്ഡകടാഹങ്ങളെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സത്യനിഷേധികൾക്ക് കഴിയുകയില്ല. അല്ലാഹു അവർക്ക് മറയിട്ട് കൊടുക്കുന്നതാണ്. അതിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. റബ്ബിനെ കണ്ടുമുട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അഹബ്ബല്ലാഹു ലിഖാഅഹു, മൻ അഹബ്ബ ലിഖാഅ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. ആര് അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ ഇഷ്ടപ്പെടുന്നുവോ അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടും. മൻ അഹബ്ബ ലിഖാഅ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു അവനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹനെ കണ്ടുമുട്ടാൻ ആ ഇഷ്ടമുണ്ടാവണം. ഏറ്റവും വലിയ ഇഷ്ടമായി നമ്മുടെ മനസ്സിൽ അത് കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ വമൻ കരിഹ ലിഖാഅ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടാൻ വെറുക്കുന്ന പക്ഷം അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ വെറുക്കുന്നതാണ്. അല്ലാഹനെ കണ്ടുമുട്ടാൻ വെറുക്കുന്ന പക്ഷം അവനെ കണ്ടുമുട്ടാൻ അള്ളയും വെറുക്കുന്നതാണ്. നമുക്ക് വെറുപ്പൊന്നുമില്ല, പക്ഷെ ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നില്ല. ആഗ്രഹം കൂടി വേണം. ഈ ഹദീസ് അങ്ങോട്ട് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞങ്ങളെല്ലാവരും മരണം വെറുക്കുന്നുണ്ട്. മരണാനന്തരമാണല്ലോ അള്ളാനെ കണ്ടുമുട്ടാൻ സാധിക്കുക. അതുകൊണ്ട് മരണം വെറുക്കുക എന്നത് അള്ളാനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹമില്ലായ്മയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ല, സ്വാഭാവികമാണ് മരണം വെറുക്കുക എന്നത്. മരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല, അത് മനുഷ്യ സഹജമാണ്, അതൊന്നുകൊണ്ടൊന്നും ഒരു ദോഷവുമില്ല. മറിച്ച് മരണമല്ല കണക്കാക്കിയ സമയമുണ്ടല്ലോ. റസൂലുള്ളാഹി പറയാണ്, ലൈസ കദാലിക, പ്രകാരമല്ല. വലാകിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വരിദ്വാനിഹി വജന്നതിഹി. നല്ലവണ്ണം മനസ്സിലാക്കണത് ഈ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആ മരണം കണക്കാക്കിയ സമയത്ത് അല്ലാഹു അവന് സന്തോഷ വാർത്ത അറിയിക്കും. ബിറഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. വരിദ്വാനിഹി, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ട്, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ട്. വജന്നതിഹി, അവന്റെ സ്വർഗം കൊണ്ട്. 3 കാര്യം കൊണ്ട മരണസമയത്ത് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ട്, അല്ലാഹുവിന്റെ സ്വർഗം കൊണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്ത്യസമയം അതാവണം. അതിനാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സന്ദേശം നൽകപ്പെട്ടാൽ ആ മനുഷ്യനുടനെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടും. ഈ 3 കാര്യങ്ങളും അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ സുവിശേഷങ്ങൾ അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ മരണം ആസന്നമായ വ്യക്തി പിന്നീട് ദുനിയാവ് ആഗ്രഹിക്കുകയില്ല, റബ്ബിനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹിക്കുക. ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അല്ലാഹും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇന്നൽ കാഫിറ, എന്നാൽ സത്യനിഷേധിയായ മനുഷ്യനുണ്ടല്ലോ, സത്യനിഷേധിയായ മനുഷ്യൻ ഇദാ ബുശ്ശിറാവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ബിഅദാബില്ലാഹി വസുഖ്തിഹി, അല്ലാഹുവിന്റെ ശിക്ഷയെ കൊണ്ടും അവന്റെ കോപം കൊണ്ടും അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ അല്ലാഹനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നതാണ്. സത്യനിഷേധി പിന്നെ അല്ലാഹനെ കണ്ടുമുട്ടാൻ വെറുക്കും. അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ വെറുക്കുന്നതാണ്. മരണത്തിന്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യ. അടുത്ത സമയത്ത് നമ്മുടെ മരണം ഉണ്ടെങ്കിൽ ഇതിലേത് മരണം വേണം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക, അതിനായി പണിയെടുക്കുക. ആരെയാണ് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത്? ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. മുഖമൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കും. ഒതു ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കും പ്രകാശമയമായ നിലയിൽ. അവരവരുടെ രക്ഷിതാവിങ്കലേക്ക് നോക്കുന്നവയുമായിരിക്കും, റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു പറയാണ്, അല്ലാഹനെ നോക്കിക്കൊണ്ടിരിക്കും. ആരാ റബ്ബ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവാണ്, ഖാലിഖാണ്. നമുക്ക് റിസ്ക് നൽകിയ റസ്സാഖാണ്, റാസിഖാണ്. നമ്മോട് കൃപയുള്ള വദൂദാണ്, റഹീമാണ്, വഫൂറാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് പറഞ്ഞ രക്ഷിതാവാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
തുരിസീനാ പർവ്വതത്തിൽ വെച്ച് മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചപ്പോൾ മൂസാ നബിക്കൊരാഗ്രഹം, അള്ളാന്റെ സംസാരത്തിന്റെ വശ്യതയിൽ, അതിന്റെ മനോഹാരിതയില് മൂസാ നബി ലയിച്ചപ്പോൾ മൂസാ നബി അള്ളാനോടൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. യാ അല്ലാ, ഒന്ന് പ്രത്യക്ഷപ്പെടണം, എന്റെ മുന്നിലൊന്ന് പ്രത്യക്ഷപ്പെടണം, എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന ഷാഢ്യത്തോടുകൂടി മൂസാ നബി അള്ളാന്റെ മുന്നിൽ ആവശ്യം ഉന്നയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഈ പ്രപഞ്ചത്തിനതീതനായ, ഈ ലോകങ്ങളെയും എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതിശക്തനായ, അതികരുത്തനായ, അതിബുദ്ധിമാനായ അല്ലാഹ് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക എന്നത് അവന്റെ മഹാത്മ്യത്തിന് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയോട് പറഞ്ഞു, ആ പർവ്വതമുണ്ടല്ലോ, നിന്റെ തൊട്ടടുത്തുള്ള പർവ്വതം, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് നിലകൊള്ളുകയാണെങ്കിൽ നിനക്കെന്നെ കാണാം. അല്ലാഹ് പറയുകയാണ് സൂറത്തുൽ അറാഫിലൂടെ ആ വിഷയം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി, ആ പർവ്വതത്തിന് മീതെ അല്ലാഹു പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെ വിരലിന്റെ അറ്റത്തുള്ള അത്രയും ഇങ്ങനെ ഏറ്റവും ചെറിയ പ്രഭ ആ പർവ്വതത്തിന് മീതെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജഅലഹു ദക്കാ, ആ പർവ്വതത്തെ അല്ലാഹ് പൊടിപൊടിയാക്കി. മുസ്തവിയൻ ബിൽ അർള് എന്നാണ് തഫ്സീറിൽ കാണാൻ കഴിയും. ഭൂമിയോട് നിരപ്പാക്കി. ആ ചെറിയ പ്രഭ ആ പർവ്വതത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചെറിയ, നാളെ മഹ്ശറയിൽ ആ വേദിയിൽ കൊണ്ടുവരുന്ന പ്രഭ ഉണ്ടല്ലോ, അല്ലാഹ് ആഗതമാകുമ്പോൾ വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, ആ മഹ്ശറ മുഴുവൻ പ്രഭയായി തീരും. റബ്ബ് വരുമ്പോ, റബ്ബ് ആഗതമാകുമ്പോ അതിൽ നിന്നൊരു ചെറിയ അംശമാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴേക്കും പർവ്വതം പൊടിപൊടിയായി. എന്താ മൂസാ നബിക്ക് സംഭവിച്ചത്? വഖറ മൂസാ സഇക, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ട് വീണു. മൂസാ നബി ബോധം കെട്ട് വീണു. ഫലമ്മാ അഫാഖ, മൂസാ നബിക്ക് ബോധം വീണ്ടും കിട്ടിയപ്പോൾ, ബോധം വന്നപ്പോൾ ഖാല, മൂസാ നബി പറഞ്ഞു, സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്, തുബ്തു ഇലൈക്ക്, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുകയാണ്. ഒരനാവശ്യമായ കാര്യമാണ് ഞാൻ ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ ഖേദിച്ച് മടങ്ങുകയാണ്. വഅന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ മുഅ്മിനീങ്ങളിൽ ഒന്നാമനാണ്, ഞാൻ മുഅ്മിനീങ്ങളിൽ സത്യവിശ്വാസികളിൽ ഒന്നാമനാണ്. മൂസാ നബി പറഞ്ഞതാണ്, മുമ്പ് ഇബ്രാഹിം നബി പറഞ്ഞതാണ്, അതിനു മുമ്പ് നൂഹ് നബി പറഞ്ഞതാണ്, അതിനു മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ്. മുഅ്മിനീങ്ങളിൽ ഒന്നാമനാണെന്ന് നമ്മളും വിശ്വാസം കൊണ്ട് പറയണം. അല്ലാഹുവിന്റെ പ്രഭ പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്ക് പർവ്വതമില്ലാതെ പോയി. ഈ മഹത്തായ പ്രപഞ്ചത്തിന്റെ സിദ്ധാവിന്റെ ഗാംഭീര്യം ഈ നിസ്സാരമായ ഭൂമിക്ക് ഉൾക്കൊള്ളുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതിന് സംവിധാനം വേറെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം അത് പ്രാർത്ഥനയായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. പ്രാർത്ഥനയായിട്ടതിങ്ങനെ ഒഴുകി വരണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്ന രംഗം ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാടുണ്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ ചന്ദ്രനെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ ചന്ദ്രനെ കണ്ടപ്പോൾ സഹാബികളോട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും ഇയാനൻ
കമാ തറൗന ആദൽ ഖമറ, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടും ഈ പൂർണ്ണ ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് പോലെ. ലാ തുദാമൂന ഫീ റുയതിഹി, ആ ദർശനത്തിൽ യാതൊരു അവ്യക്തതയും ഉണ്ടാവുകയില്ല. പരലോകത്ത് നമ്മുടെ ശക്തിയും ഗാംഭീര്യവും എല്ലാം അല്ലാഹ് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ അള്ളാഹിനെ പൂർണ്ണാർത്ഥത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ആ ദർശനം കൊണ്ട് സന്തോഷമേകണം അല്ലാഹ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുകയാണ്, സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹമാണത്. സത്യനിഷേധികൾക്ക് നിഷേധിക്കപ്പെടുന്ന അനുഗ്രഹമാണത്. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അല്ലാഹ് അനുവദിക്കുന്ന അനുഗ്രഹമാണത്. അൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സുഹൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലഹുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിലേക്ക് കണ്ട് പ്രവേശിച്ചാൽ യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സ്വർഗ്ഗവാസികളോട് പറയും, തുരീദൂന ശൈഅൻ, വല്ലതും വേണോ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ വല്ലതും? ഇനി എന്തെങ്കിലും സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം. ഇപ്പോൾ നിലവിലുള്ള അനുഗ്രഹങ്ങളെക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു നൽകാം. എന്താ സ്വർഗവാസി പറയാ? നമ്മൾ ദുനിയാവിൽ നിന്ന് ഒരിക്കലും ആര് ചോദിച്ചാലും ഇനി വേണമെന്ന് ചോദിച്ചാൽ വേണമെന്നാ പറയാ. എത്ര ആനുകൂല്യങ്ങളും എത്ര കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാലും ഇനിയും വേണം 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 എന്നാ പറയാ. എന്താ സ്വർഗവാസി ഇത് പറയൂല. അതാ സ്വർഗം. എന്താ സ്വർഗവാസി മറുപടി പറയാ? അലം തുബയ്യദു ഉജൂഹനാ, ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശിപ്പിച്ചു തന്നില്ലയോ? സ്വർഗവാസി പറയുകയാണ് അല്ലാഹുവിനോട്, ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശിപ്പിച്ചു തന്നില്ലയോ? പ്രകാശമയമല്ലാത്ത ഇരുണ്ട ദുഃഖിതമായ മുഖമായിട്ടാണ് സത്യനിഷേധികൾ നരകത്തിലേക്ക് പോയിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് മുഖവും കൈകാലുകളും ഒക്കെ പ്രകാശിക്കുന്ന നിലയില്, തേജസാർന്ന നിലയിലാണ് വിശ്വാസികൾ സ്വർഗത്തിലേക്ക് കടന്നിട്ടുള്ളത്. അത് അല്ലാഹുവിനോട് എടുത്തു പറയാണ്. അലം തുദ്ഖിൽനൽ ജന്ന, ആകാശങ്ങളും ഭൂമിയും വിശാലമായ ഈ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും കേദാരമായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചു തന്നില്ലയോ? വതുൻജിനാ മിനന്നാർ, വതുൻജിനാ മിനന്നാർ, ഭയാനകമായ നരകം കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. നരകം കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്ന മനുഷ്യൻ സ്വർഗം ആഗ്രഹിക്കൂല. ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാ ചിന്തിക്കുക. അതുകൊണ്ട് ആ ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്തില്ലയോ? ഇനി ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ അങ്ങേറ്റം ഇവിടെ സംതൃപ്തിയോടുകൂടി കഴിഞ്ഞുകൂടുന്നവരാണ്, ഒന്നും വേണ്ട റബ്ബേ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവില് നമ്മുടെ നഗ്നമായ കണ്ണുകൊണ്ട് കാണാതെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ആ വസ്തുവിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി യഖീനോടുകൂടി റബ്ബിൽ വിശ്വസിച്ചവരാണ് നമ്മൾ. സംശയം കൂടാതെ, സന്ദേഹം കൂടാതെ റബ്ബിൽ വിശ്വസിച്ചവരാണ്. പലരും പലതും പറഞ്ഞു വന്നപ്പോഴും ഈ മഹത്തായ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലാതെ സ്വയംഭുവായി ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ സത്യസന്ദേശങ്ങള്, അവര് കൊണ്ടുവന്ന ദൈവിക സന്ദേശങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ അനുഗ്രഹം നൽകുകയാണ് സ്വർഗത്തിൽ വെച്ച് സത്യവിശ്വാസികൾക്ക്. ഫയക്ഷിഫുൽ ഇജാബ, കർട്ടൻ മാറ്റപ്പെടും, മറ മാറ്റപ്പെടും. നമ്മളും റബ്ബും തമ്മിലുള്ള മറ നീക്കപ്പെടുക. നമ്മളും റബ്ബും തമ്മിലുള്ള മറ സ്വർഗത്തിൽ വെച്ച് നീക്കപ്പെടുക.
ഫയക്ഷിഫുൽ ഇജാബ ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം ഫമാ ഉഅ്തു ശൈഅൻ, അവർക്കൊന്നും നൽകപ്പെട്ടിട്ടില്ല, അവർക്കൊന്നും നൽകപ്പെട്ടിട്ടില്ല, സ്വർഗവാസിക്കൊന്നും നൽകപ്പെട്ടിട്ടില്ല. ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കലേക്ക് നോക്കുന്നതിനേക്കാൾ, ആ ദർശനത്തെക്കാൾ ഇഷ്ടകരമായ മറ്റൊന്നും സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടില്ല. റബ്ബിലേക്ക് നോക്കുന്ന ആ ദർശനത്തെക്കാൾ സന്തോഷകരമായ, കണ്ണിന് ആനന്ദം നൽകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന, ശരീരത്തിന് ഇഷ്ടം നൽകുന്ന ഒരു കാര്യവും സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റബ്ബിനെ ദർശിക്കുന്ന ആ ദർശനം അത് ഏറ്റവും ആനന്ദദായകമാണ്, സന്തോഷകരമാണ്, സ്വർഗം വിസ്മരിക്കുന്ന സന്തോഷമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണുക എന്നത്, ആ തൗഫീക്കിനായി പണിയെടുക്കണം, അതിനായി പരിശ്രമിക്കണം. അതിനാണ് ഈ ദിനരാത്രങ്ങൾ നൽകിയത്. ഈ മഹത്തായ അനുഗ്രഹങ്ങൾ നരകത്തിൽ നിന്നുള്ള മോചനത്തിനും സ്വർഗപ്രവേശനത്തിനുമായി നമ്മൾ പണിയെടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ സലീമായ ഹൃദയമാവണം. സലീം, സുരക്ഷിതമായ ഹൃദയമാവണം. റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി മനസ്സിൽ നിന്ന് അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, എല്ലാ ദുസ്ഗുണങ്ങളെയും ദുസ്വഭാവങ്ങളെയും അവിടുന്ന് പിഴുതെറിയാൻ, പകരം സത്യവിശ്വാസം, സഹാനുഭൂതി, കാരുണ്യം, ദയ, കൃപ, നല്ല ഗുണങ്ങൾ നടക്കുക. പലതുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, പല വിഷയങ്ങളുണ്ടാവും. നമുക്ക് വെറുപ്പ് വെക്കാൻ, ദേഷ്യപ്പെടാൻ, പക വെക്കാനുള്ള പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മാറ്റിവെക്കുക. കാരണം അതിലുപരിയാണ് റബ്ബിനെ കണ്ടുമുട്ടുക എന്നത്. സലീമായ ഹൃദയത്തോടുകൂടി പരലോകത്ത് വരണം. അപ്പൊ സലീമായ ഹൃദയത്തോടുകൂടി പരലോകത്ത് വരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ വ്യാപൃതരാകുക. ഈ പരിശുദ്ധ ദിനങ്ങൾ അതിനായിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നത്തെ ദിക്റാണത്, ഇന്നത്തെ ദുആയാണത്. നേരത്തെ സൂചിപ്പിച്ചതാണ്. ആവർത്തിച്ചത് ഇങ്ങനെ പറയാം. പിന്നെ തക്ബീറുകൾ, അത് ദുൽഹജ്ജ് 1 മുതൽ തുടങ്ങാം. നമസ്കാര ശേഷമുള്ള തക്ബീറുകൾ ആരംഭിക്കേണ്ടത് അറഫ, ഇന്നത്തെ ദിനം സുബഹി നമസ്കാര ശേഷം ആരംഭിക്കണം. പിന്നീട് എല്ലാ നമസ്കാര ശേഷവും നമ്മൾ അയ്യാമു തശ്രീഖിന്റെ ദുൽഹജ്ജ് 13 അസ്ർ വരെ തുടരണം. ഇമാമ് തക്ബീർ ചെല്ലിയാൽ ഒപ്പം ചെല്ലാം. ഒരാൾ ചെല്ലിയതിന് ശേഷം ചെല്ലുന്ന അത് നമ്മുടെ സാമ്പ്രദായികമായ ചര്യയുണ്ട്, അത് മാറ്റണം. ഒപ്പമാണ് തക്ബീർ ചെല്ലേണ്ടത്. അത് ഈദിന്റെ ദിനത്തിലും അങ്ങനെ തന്നെ എല്ലാവരും ഒന്നിച്ചിങ്ങനെ തക്ബീർ ചെല്ലുക. അത് ഒന്നിച്ച് അവസാനിക്കണം എന്നില്ല. ചിലരുടെ ചിലപ്പോൾ നേരത്തെ അവസാനിക്കും, ചിലത് കുറച്ച് വൈകി അവസാനിക്കും. ഒരു വിരോധമില്ല. ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് തക്ബീർ. അപ്പൊ അതുകൊണ്ട് ഇമാമിന്റെ തക്ബീർ കണ്ട് കേട്ടാൽ എല്ലാവരും കൂടെ തന്നെ തക്ബീർ കണ്ട് ചെല്ലുക. ഒപ്പാവണമെന്നില്ല. ഒപ്പമാവുക, മുൻകടക്കാതിരിക്കുക എന്നതൊക്കെ നമസ്കാരത്തിലാണ്. നമസ്കാരത്തിൽ മുൻകടക്കാൻ പാടില്ല. ഇവിടെ മുൻകടന്നുകൊണ്ട് ഒരു വിരോധമില്ല. അപ്പൊ അതുകൊണ്ട് തക്ബീർ അത് പള്ളിയിൽ മാത്രം പരിമിതമാക്കരുത്. അങ്ങാടിയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അങ്ങാടിയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു സഹാബികളും അങ്ങാടിയിൽ വെച്ച് തക്ബീർ ചൊല്ലിയിരുന്നു. അങ്ങാടിയിൽ അവര് ഒരുമിച്ച് കൂടിയപ്പോ അവിടെ തക്ബീർ കൂട്ടായിട്ടല്ല, അവരിങ്ങനെ ഓരോരുത്തർ തക്ബീർ ചൊല്ലാണ്. പക്ഷെ കുറെ ആളുകൾ തക്ബീർ ചൊല്ലുമ്പോൾ ശബ്ദം കൂട്ടമായി വരും.
അപ്പൊ തക്ബീറുകൾ നമ്മുടെ എല്ലാ രംഗത്തും ഉണ്ടാവണം. യാത്രയിലുണ്ടാവണം, വീട്ടിലുണ്ടാവണം, അങ്ങാടിയിലുണ്ടാവണം. ബലിമൃഗത്തെ കാണുമ്പോൾ തക്ബീർ ചെല്ലണം. അങ്ങനെ തക്ബീർ കൊണ്ട് സമ്പന്നമാക്കണം നമ്മുടെ ഈ ദിവസങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ സഹായം ചെയ്യണം എന്ന് പ്രത്യേക കളക്ഷെടുക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. വളരെ പുണ്യകരമായ പ്രവൃത്തിയാണ്. നമുക്കൊക്കെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹമുണ്ട്. അതിലേക്കുള്ള നന്മകളാണ് ഇതൊക്കെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഈദ് നമസ്കാരം, ഈദുൽ അദ്ഹ നമസ്കാരം ഇൻഷാ അള്ളാഹ് ഈ പള്ളിയിൽ വെച്ച് 7:30 7:30. പലപ്പോഴും 7:30 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തുക ഇനിയൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. അത് ഇല്ലട്ടാ, അങ്ങനല്ല. ആ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കാനുള്ള ആലോചനയിലാണ് ആ സമയം വെച്ചിരിക്കുന്നത്. 7 മണിക്ക് തന്നെ പള്ളിയിലെത്തുക, എന്നിട്ടിരുന്ന് തക്ബീർ ചെല്ലുക. ഈ അവസരം ഇനി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ തക്ബീർ ചെല്ലാനുള്ള അവസരം ഉണ്ടല്ലോ, അതിന് എത്ര ഉണ്ടാകുക? എന്താ നമ്മൾ ആലോചിക്കാത്തത്? കൊഴിഞ്ഞു പോവല്ലേ? ഇനി അവസരം കിട്ടിക്കൊള്ളുന്നില്ല. റബ്ബിനെ വാഴ്ത്താൻ പുകഴ്ത്താനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ അതിനായി ഉപയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടബാധ്യതയും അതുപോലെയുള്ള വിഷമം അനുഭവിക്കുന്നവർക്ക് ആ വിഷമത്തിൽ നിന്ന് കരകയറാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. ഈ പരിശുദ്ധ ദിനത്തിൽ ഞങ്ങൾ അവരുടെ മഗ്ഫിറത്തും റഹ്മത്തും ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഹോദരൻ നൗഷാദിന്റെ പിതാവ് മരണപ്പെട്ടു. അള്ളാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കണം. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, ലോകത്തുള്ള സത്യവിശ്വാസികളും സത്യവിശ്വാസികളും എല്ലാവർക്കും അള്ളാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവേ, അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കണം. നാളെ സ്വർഗലോകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ നന്നാക്കണം. ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹം നിലനിർത്തി തരണം. അള്ളാഹുവേ, കൺകുളിർമയുള്ള അവസ്ഥ ആക്കി തരണം. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, ഗഫൂറായ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം. അള്ളാഹുവേ, ഞങ്ങളെ കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കി തരണം. ഞങ്ങളുടെ മനസ്സുകളെ വൃത്തിയാക്കി തരണം. ഞങ്ങളുടെ തൗബ നീ കബൂൽ ചെയ്യണം. ഈ ദിനത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണം. റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, ഗഫൂറായ അല്ലാ, വദൂദായ അല്ലാ, നിന്നെ ദർശിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. നിന്നെ ദർശിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. സത്യവിശ്വാസികളുടെ സത്യവിശ്വാസിനികളുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശുഹദാക്കളുടെ സാലിഹീങ്ങളുടെ കൂടെ നിന്നെ ദർശിച്ചുകൊണ്ട് സന്തോഷം നുകരാൻ, സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണം. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണം. അല്ലാഹുവേ, ഞങ്ങളുടെ നന്മകളെ കബൂൽ ചെയ്യണം. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണം. ഞങ്ങളുടെ വിശ്വാസികളായ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാര് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, പീഡനം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ആശ്വാസവും സമാധാനവും നൽകണം. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, ഫലസ്തീനിലെ ഗസ്സയിലെ മുസ്ലിങ്ങൾക്ക് ശാന്തിയും സമാധാനം നൽകണം. അവിടെ കൊല്ലപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം.
ശത്രുവിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തല്ലാ. ഞങ്ങൾ ദുർബലരാണല്ലാ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ശത്രുവിനെ തകർക്ക്, അവരുടെ പരാജയം ഉറപ്പുവരുത്തല്ലാ, അവരുടെ ശക്തി ക്ഷയിപ്പിക്കല്ലാ, വിശ്വാസികൾക്ക് ഇസ്സത്തും പ്രതാപവും നൽകല്ലാ, അവരുടെ ഈമാൻ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമല്ലാ. റഹ്മാനായ റഹീമായ അല്ലാ, ഞങ്ങൾക്ക് പരിശുദ്ധ ദിനമായ ഈ ദിനങ്ങളിൽ കൂടുതൽ ഇബാദത്തുകളുമായി നിന്നിലേക്ക് വരാൻ, നിന്നിലേക്ക് വരുന്ന ആ ദർശനത്തിനുള്ള യാത്ര മനോഹരമാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമല്ലാ. ഞങ്ങളെ വഷളാക്കരുതല്ലാ, ദുനിയാവിലും പരലോകത്തും ഞങ്ങളെ നിന്ദ്യരാക്കരുതല്ലാ. അല്ലാഹുവേ, ഇസ്സത്ത് നൽകണം ഞങ്ങൾക്ക്, അന്തസ് നൽകണം ഞങ്ങൾക്ക്, അഭിമാനം നിലനിർത്തണം അല്ലാഹുവേ. സർവ പാപങ്ങളിൽ നിന്നും ദൂഷ്യങ്ങളിൽ നിന്നും മോശകരമായ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സർവ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും കാത്തുരക്ഷിക്കണമല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين، اللهم أدخلنا الجنة يا رب العالمين، اللهم أدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين، اللهم دمر أعداء الدين، اللهم دمر أعداء الدين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا نعوذ بك من البرص والجذام والجنون ومن سيء الأسقام. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. صلى الله على نبينا محمد صلى الله عليه وسلم. وأقم الصلاة.